ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് പോകണ്ടാം. പിന്നെ എന്നിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാത്തൂനും അളിയനും പോയി. അത് നമ്മൾ പറഞ്ഞിട്ടില്ല. നാത്തൂനും അളിയനും ബാക്ക് ടു ദുബായ് ലൈഫ്, ഓച്ചും ബാക്ക് ടു ലൈഫ്. ഇപ്പൊ ദുബായ് ജയിലിൽ എന്നാണ് അവള് വിളിക്കുമ്പോ പറയുന്നത്. അതായത് നമ്മള് അത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല. നമ്മള് പോയി അവിടെ ഭയങ്കര ഒരു ഹറിബറി ആയിരുന്നു. എന്താ പറയാ, പാക്കിങ്ങും ഉണ്ണി ഇങ്ങനെ ആയത് കാരണം നമ്മള് വീഡിയോ എടുക്കാൻ പറ്റി മൊബൈൽ എടുക്കാൻ തന്നെ ഇതായില്ലേ സത്യത്തില്. അപ്പൊ അത് കാരണം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ അവരവിടെ എത്തി, അവര് ജോലിക്ക് പോയി തുടങ്ങി. പിന്നെ എന്നിട്ടാണ് പറയാ, ഉണ്ണിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പിന്നെ ചേച്ചി ഹെൽപ്പിന് വേണ്ടി ചേച്ചിയും ഓക്കെയാണ്. കോച്ചു സ്കൂളിൽ പോകാറായി തുടങ്ങി എന്ന് പറയുന്നത്. സ്കൂളിൽ പോകാന്നുള്ള തയ്യാറെടുപ്പിലാണ്. അടുത്ത മാസമാണെന്നാണ് പോണം. അടുത്ത മാസം അങ്ങനെ എന്തോ ആണെന്നാ പറഞ്ഞത്. പിന്നെ അവളെന്നും പറയും ഡൽഹി ചേച്ചന്റെ ചുറ്റ് വേണം, അതായത് ഞാൻ പിച്ചുമ്പോ ചുറ്റ് എന്ന് പറയാറ്. ഇപ്പൊ അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു. ചേട്ടാ ചുറ്റ് തരുമോ എന്നൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാര്യങ്ങള് കിടാവിന് പറഞ്ഞിട്ട് പുള്ളിക്ക് പറഞ്ഞിട്ട് പുള്ളി വരണമെന്നാണ് ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത്. അതായത് എന്റെ ഇപ്പൊ തല്ലിവിടാൻ്റെ വയല്. പിന്നെ തന്നെ പറയാൻ വന്ന ഈ വീഡിയോയില് ചെറുതായിട്ട് ഞാൻ ചെറുതായിട്ട് വണ്ണം വെച്ച പോലെ തോന്നുന്നുണ്ടല്ലേ? എനിക്ക് തോന്നണേ, ഞാൻ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ ഭയങ്കര വലുതും ആള് ചെറുത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന. അതൊരു തെറ്റിദ്ധാരണയുണ്ടാ. ഓ, അങ്ങനെയൊന്നും ഇല്ല കേട്ടാ, അതൊരു തെറ്റിദ്ധാരണയാണ്. ഇങ്ങനെ എന്തൊരു ക്യാമറ വെച്ചേക്കണേൽ എന്തൊരു പ്രശ്നമുണ്ട്. അതായിരിക്കും നിങ്ങൾക്ക് കാണുമ്പോ അങ്ങനെ തോന്നുന്നത്. അതങ്ങനെ തോന്നിയല്ലോ, തെറ്റിദ്ധാരണ എന്റെ ദൈവമേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഞാൻ ചേട്ടായിയുടെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. അതായത് എന്നെ കുറിച്ച് ഒരു ധാരണ നല്ലപോലെ ഇല്ല. ഇപ്പൊ കൊറേ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. എന്തൊക്കെ തെറ്റിദ്ധാരണകളുള്ളതെന്ന് നമുക്കറിയണം. എനിക്കറിയാം ഏകദേശമൊക്കെ. ഇനിയിപ്പോ അത് ഞാൻ വിചാരിച്ച തെറ്റിദ്ധാരണകൾ തന്നെയാണോ ഉള്ളതെന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണത്. അപ്പൊ അബ്രു കിടന്നുറങ്ങാൻ ട്ടാ. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് മറ്റേ പൊട്ടക്കിണറ്റില് എന്തെങ്കിലും പറയില്ലേ, അതന്നെ അങ്ങനെ നോക്കണത്. അപ്പൊ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോണേ. 2-3 ചോദ്യം ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കാനാ. ഇത് മറ്റേ ഇങ്ങനത്തെ അടി ചോദ്യമല്ല. അപ്പൊ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ചോദ്യം ആളെന്നോട് ചോദിച്ചിട്ടുള്ളതാ. ആളെന്നോട് ചോദിച്ച് കൊറേ വലച്ചിട്ടുള്ളതാ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളോ. ഫസ്റ്റ് നമ്പർ 1, സങ്കല്പിച്ച ഭാര്യനെയാണോ കിട്ടിയത്? അല്ലേ? അത് പിന്നെ സങ്കല്പിച്ചവരെ കിട്ടോ? അത് വേറെ വല്ലവരൊക്കെ സങ്കല്പിച്ച സ്നേഹം വീടർത്തുന്ന ഭദ്രകാളി. മറ്റേ പെണ്ണോ? അയ്യോ, അതിന്റെ വസന്തിയാ പറക്കുന്നല്ലേ? അല്ല, ഭദ്രകാളിനെയാണ് ദൈവം എനിക്ക് തന്നത്. തുള്ളി തുള്ളി നിക്കുള്ളൂ. കുഴപ്പമില്ല കേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞ. ഞങ്ങള് അഡ്ജസ്റ്റഡ് ആണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, അല്ലേ? ഞങ്ങള് വിശ്വസിക്കുന്നത് നമ്മള് വിശ്വസിക്കുന്നു. നമ്മള് വിശ്വസിക്കും. പിന്നെ അഡ്ജസ്റ്റഡ് ആയതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ തട്ടിപ്പൊട്ടി പോണ്. അല്ലെങ്കിൽ നമ്മള് അല്ല, മോന്റെ സങ്കല്പങ്ങള് പിന്നെ എന്നിട്ടായിരുന്നു പൂത്തിങ്കളായിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് എന്നിട്ട് സങ്കല്പം ഒന്നും ഉണ്ടായിരുന്നു. ഏതെങ്കിലും എണ്ണത്തിന് കെട്ടിയാ മതിയായിരുന്നു. അത്ര മോശമാണോ? ഇങ്ങനെയായിരുന്നു, വലിയ സങ്കല്പം ഒന്നും ഉണ്ടായിരുന്നു. എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യനുണ്ടാവില്ല, എന്റെ ഭാര്യ ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം. എന്റെ ഭാര്യ എന്തായാലും വണ്ണമുള്ളവളായിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഒന്നുകൂടി വെക്കാം, കുഴപ്പമൊന്നുമില്ല. വണ്ണം വെക്കാൻ ഭയങ്കര സുഖമായിട്ട് എനിക്ക് തിന്നോണ്ടിരുന്നാ മതി. പക്ഷെ അത് വെള്ളം കുടിച്ചാ മതി. കുറയ്ക്കാൻ ഭയങ്കര പാടാ. പിന്നെ വേറെ എന്നിട്ടാണ് ഇതില്. അപ്പൊ അത് കുഴപ്പമില്ല. പിന്നെ സങ്കല്പങ്ങള് വിചാരിച്ച കിട്ടണമെന്നില്ല ജീവിതത്തില്. ജീവിതം വേറെ, സങ്കല്പം വേറെ. എനിക്കുണ്ടായിരുന്നു സങ്കല്പങ്ങള്. നിന്റെ സങ്കല്പത്തിന് ഇത് മറ്റേ എന്താ ചെയ്യാ,
അതെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് ഇങ്ങനെ മുടിയൊക്കെ കൊടുത്ത് ഇങ്ങനെ കാട് അതാ വിളിക്കാൻ പാടില്ല. നമ്മള് മറ്റേ സങ്കല്പം നോക്കിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്താണോ കിട്ടുന്നത് അതെന്തായാലും ദൈവം നമുക്ക് നല്ല തന്നെ തന്നിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ വിചാരിക്കുക, നമ്മൾ ഹാപ്പിയായി ജീവിക്കുക. കുറച്ച് നാളുണ്ടാവുള്ളൂ ജീവിതം, അത് അടിച്ചു പൊളിച്ച് ജീവിക്കുക അല്ലേ. കുറച്ചാളല്ലേ ഉണ്ടാവുള്ളൂ. അത് ശരിയാ. നമ്മളൊക്കെ ഞാനൊക്കെ പെട്ടെന്ന് ചാവുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നീ അങ്ങനെ വിശ്വസിച്ചോണ്ടിരിക്കുക. പിന്നെ അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം ഇപ്പൊ എന്നിട്ട് ചോദിക്കാം. എന്റെ വീട്ടുകാരെ കുറിച്ചുള്ള അഭിപ്രായം എല്ലാവരെ കുറിച്ചും പറയണ്ട. അപ്പച്ചൻ, അമ്മച്ചി, ചേട്ടൻ, ചേച്ചി, അല്ല ചേട്ടൻ, നാത്തൂൻ. അപ്പച്ചനെ കുറിച്ച് പറയാനാണെങ്കിൽ ആളൊരു പാവാണ്. പ്രത്യേകിച്ച് ഇതുകളൊന്നുമില്ല. ആളെ ജോലിയും കാര്യങ്ങളും ആയിട്ട് ആള് സ്വന്തമായിട്ട് പണിയെടുക്കുന്നു, ജീവിക്കുന്നു. എന്നിട്ടാ പറയാ, എന്താ പറയാ, ഒരു പച്ചപ്രാവും മനുഷ്യൻ. അമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പറയാ അങ്ങനെയൊന്നുമില്ല. അമ്മച്ചിയും പാവം തന്നെയാട്ടോ. അമ്മച്ചി നമ്മളെ എൻ്റെ സ്വന്തം മോനെ പോലെ തന്നെയാണ് കാണുന്നത്. പിന്നെ പ്രത്യേകിച്ച് വലിയ ഇതുകളൊന്നുമില്ല. പിന്നെ ഷേപ്പിൻ ടിന്നിയും അവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അളിയനാണ് ഞാൻ. വെച്ചിട്ട് ഇപ്പൊ അവരിപ്പോ എന്ത് എന്നോട് പറഞ്ഞാലും ഞാൻ അവരോട് ഇതുവരെയ്ക്കും നോന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അത് അവർക്ക് അറിയാം. ഞാൻ എന്ത് എന്നോട് എന്ത് കാര്യം ഇപ്പൊ അമ്മച്ചിയാണെങ്കിലും സ്റ്റേബി ആണെങ്കിലും ഡിന്നി ആണെങ്കിലും എന്ത് ഇപ്പൊ അങ്ങനെ ചെയ്യണല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെയ്ക്കും അത് ഞാൻ സാധാരണ ആരുടെ അടുത്തും നോ പറയാറൊന്നുമില്ല. എന്നെ കൊണ്ട് പറ്റില്ലല്ലോ. നിന്റെ അടുത്ത് മാത്രമേ പറയുള്ളൂ. ഞാൻ ബാക്കി ആരുടെ അടുത്തും ഞാൻ അങ്ങനെ പറയാറില്ല. എല്ലാവരും നമ്മളെ കൊണ്ട് പറ്റാണെങ്കിലും നമ്മൾ ട്രൈ ചെയ്യാം, നമുക്ക് നോക്കാം, അല്ലെങ്കിൽ പറ്റും. അങ്ങനെ നമ്മളെ ആരും വിഷമിപ്പിക്കാറില്ല. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ശരിക്കും എനിക്കൊരു അനിയനെ പോലെ തന്നെയാണ്. പിന്നെ ഡിന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ എല്ലാ എന്താ പറയുക കൂട്ടത്തിൽ കൂടിയ ഒരു ഇതാണ്. എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ഇതാക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ ഇവളുള്ള ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ഫാമിലി ആയിട്ടൊന്നും കണ്ടില്ല. നമ്മുടെ അപ്പനമ്മയും പെങ്ങളും എങ്ങനെയാണോ വീട്ടുകാരെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവർ. എനിക്ക് ആ കാര്യത്തിൽ 100% 100 മാർക്കുണ്ട്. സങ്കല്പത്തില് 100 -10. സങ്കല്പത്തില് കുറവും ഇതും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്നിട്ടെന്നറിയോ, എനിക്ക് ഹൈറ്റ് കുറവായതിൽ മോന് വലിയ പ്രശ്നം ഉണ്ടാവും. അത് ശരിയാട്ടാ. ഇവൾക്ക് ഇത്ര ഹൈറ്റ് ഉള്ളോ? ഇത്ര ചെരുപ്പിട്ട് ഞാൻ മുട്ടി ചെരുപ്പിട്ട്. പക്ഷെ പണ്ട് ആരെങ്കിലും ഒക്കെ ഹൈറ്റ് കുറവാന്നൊക്കെ എന്നോട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ. പക്ഷെ എനിക്ക് ഹൈറ്റ് കുറവുള്ള ആൾക്കാരെയായിട്ട് ഇഷ്ടം. അതിനൊരു ഇതുണ്ട്. അതായത് നമ്മള് കെട്ടിപ്പിടിക്കുമ്പോൾ ഇവിടെ ഇരിക്കും എനിക്ക് ഹൈറ്റിന് പ്രശ്നമല്ല കേട്ടാ. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് എനിക്കൊരു ഞാൻ ബോധയുടെ അല്ല. പിന്നെ നിന്റെ ഹൈറ്റ് കുറവാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ നിന്നെ കെട്ടിയത്. അങ്ങനെയല്ല സൗന്ദര്യത്തെ കുറിച്ച് മേക്കപ്പ് റാണിയാണ്. മേക്കപ്പ് റാണി ഇപ്പൊ നീ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലേ? ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് ഇവൾക്ക് ചില സമയത്ത് ചെറിയ പൊട്ടിന്റെ അസുഖമുണ്ട്. പിന്നെ ഇവൾക്ക് എന്തെങ്കിലും കാര്യങ്ങള് വിചാരിച്ച അപ്പൊ തന്നെ നടത്തണം. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഇവളോട് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാ അത് ഇപ്പൊ തന്നെ നടക്കണം. അതുപോലെ തന്നെ എന്തായാലും ഇപ്പൊ തന്നെ ഇതാവണം. ഇന്നലെ ആദത്തിന് രാത്രി ഇവിടെ നമ്മുടെ പള്ളിയിൽ ധ്യാനം ഉണ്ട്. ധ്യാനത്തിന് മറ്റേ ഡാലേച്ചിയും കുട്ടൊക്കെ പള്ളിയിൽ പോയി. അപ്പൊ അമ്മാമ്മ പള്ളിയിൽ പോവാൻ വേണ്ടിട്ട് അമ്മാമ്മനെ ഇവൻ കൊണ്ടാക്കി. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഇവൻ പള്ളി ഞാനിവനെ അതായത് ഇവന് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ധ്യാനത്തിന് നമ്മൾ നമ്മൾ പ്രിപ്പയർ ആയിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചിട്ട് ഇവൻ പോയി അല്ലെങ്കിൽ സാധാരണ കുർബാനയ്ക്ക് പോയാൽ തന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ എന്നോട് പറയും പോവാ വീട്ടിലേക്ക്. ഇവൻ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. അവസാനം അപ്പച്ചൻ പറഞ്ഞു നീ അവനെ പള്ളി കൊണ്ടുവന്നു. അങ്ങനെ ഞാനും അവനും കൂടി ഇന്നലെ പള്ളിക്ക് നടന്ന് പോയി. പള്ളിയിൽ പോയി ധ്യാനം കണ്ട് ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ തലേ ദിവസം അമ്മാമ്മ മീനെ കൊന്നുന്ന നമ്മള് ബ്രാല് വാങ്ങിണ്ടായി ജീവനുള്ളത്. അത് അവനവിടെ വടി കുത്തി കളിക്കായിരുന്നു. ആ വടി കുത്തി കളിക്കുന്ന ഒരു ബ്രാലിന് 2 ബ്രാലിനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിന് അമ്മ ഉറച്ചു കഴുകി നന്നാക്കി അടുത്ത ബ്രാലിന് എടുക്കാൻ പോയപ്പോ
എടുത്തിട്ട് കൊന്നിട്ട് പിന്നെ ഇവൻ കരച്ചിൽ തുടങ്ങി അമ്മ മീനെ കൊന്നു മീനെ ഇതാക്കി എന്നും പറഞ്ഞിട്ട് പിന്നെ അതായത് കരച്ചില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെറുപ്പിക്കുന്ന കരച്ചിലാണ് അമ്മേരെ പോലെ തന്നെ നമുക്ക് അതായത് വാശിയ ആ വാശി നിന്റെ അതേ വാശി തന്നെയാണ് മോനെ കിട്ടിക്കണേ അപ്പൊ അമ്മ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, അമ്മ കൊടുത്ത പാരമ്പര്യം അമ്മയുടെ അതേ പകർപ്പാണ് മോൻ എന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ ചില കാര്യത്തിനൊക്കെ ഇതാട്ടാ ഈ വാശിയാണ്. അത് പിള്ളേർക്ക് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ആൾക്ക് അവനെന്തെങ്കിലും വിചാരിച്ച ആ കാര്യം തന്നെ നടത്തും. അവന് അതെങ്ങനെയും നടത്തി കിട്ടുന്നവന്. അതുകൊണ്ടാണ് അവൻ കൊടുക്കണ്ടത്. അതുകൊണ്ടാണ് അവനെ വാശി പിടിക്കണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഇവൾക്ക് അങ്ങനെ തന്നെയാ. ഞാൻ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് വാശി. ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. പിന്നെ നടത്താണ്ട് ഒരു ഓപ്ഷൻ ഇല്ലാതാവും. ആളെ ഞാനിങ്ങനെ ലോക്കാക്കും. എന്റെ ദൈവം. പിന്നെ പിന്നെ വേറെ കുക്കിംഗ് ഒക്കെ അവൾക്ക് അറിയാട്ടോ. പക്ഷെ ഒന്നും ഞാൻ ചെയ്യണില്ല. ചെയ്യണമെന്നല്ല, കുക്കിംഗ് അതിപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷെ കുക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത കറികളൊക്കെ വയ്ക്കാറുണ്ട്. പിന്നെ എനിക്ക് എന്റേതായ കുറച്ച് ഇതുകളൊക്കെ എന്നാലും ഞാൻ ഇടയ്ക്ക് കുറച്ച് പൊടികളിടും. പിന്നെ ഇവളെ ഇളക്കുന്ന വെച്ചത് ഇങ്ങനെയാണ്, ഇങ്ങനല്ല, ഇങ്ങനെ ഇളക്കും. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മളിപ്പോ പിള്ളേര് എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് അതവിടെ എടുത്ത് വെക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ നിൽക്കും. അത് എന്ത് സാധനമാണെങ്കിലും. ഇപ്പൊ ഉണ്ണികളെയും ഈ മൊബൈലും മാത്രം നിലത്ത് വീഴത്തുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും ഞങ്ങള് കല്യാണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ഉടനെ മറ്റേ ഡിന്നിരി വീട്ടിക്ക് വിരുന്നിന് പോകാൻ വേണ്ടി നിന്നുട്ടോ. വിരുന്നിന് പോകാൻ വേണ്ടി നിന്ന സമയത്ത് വെയിറ്റിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. അതെന്റെ പ്രശ്നമല്ല, വെയിറ്റിംഗ് മെഷീന്റെ രണ്ട് സൈഡും നിന്റെ പ്രശ്നം തന്നെയാ. ആ സാധനം വെള്ളയിൽ കൊടുത്തു, ഈ വെള്ളയിൽ കൊടുത്തു. ഇവള് അത് മര്യാദയ്ക്ക് അത് അവിടെ വെച്ചിട്ട് ഇറങ്ങുമ്പോ എടുത്താ മതി. ഞാൻ സാരി പിടിച്ചു, ഇതും പിടിച്ചു. അത് നേരെ പൊട്ടി ടൈൽസ് പൊട്ടിയതല്ല പ്രശ്നം, ആ വെയിറ്റിംഗ് മെഷീൻ പൊട്ടി. അത് മാത്രല്ല, പാത്രങ്ങളോ എടുക്കാ വെക്കുക വീഴ്ച, എടുക്കാ വെക്കുക വീഴ്ച. ഒരു കാര്യം ഞാൻ ഒരു ചോദ്യം കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞോണ്ടിരിക്കട്ടാ, എന്റെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങള്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നല്ല ഇത്. ഇഷ്ടമില്ലാത്തതല്ല, നിന്റെ കൈക്ക് ബലമില്ലാത്തത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ എന്താണെങ്കിലും ചട്ടിട്ടില്ല. എനിക്കിതാണ് ഇവള് ദേഷ്യം കൊണ്ടിട്ടുണ്ടാവുന്നൊരു സംശയം ഉണ്ട്. അതായത് ഇവൾക്ക് എന്തെങ്കിലും ദേഷ്യം എന്നോടുണ്ടെങ്കിൽ ഒറ്റയിട്ടല്ല പാത്രം താഴ്ത്തിക്കുക. എന്റെ പറയുന്നത് അയ്യോ എന്റെ കയ്യിൽ നിന്ന് പറയും. എനിക്കത് ബലമായ സംശയമുണ്ട്. കുറെ സംശയങ്ങളുണ്ടാവും. പിന്നെ ഞാനൊരു സംശയരോഗ്യല്ല. അടുത്തത് പറയും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പിന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊരി അങ്ങോട്ട് ഇടും. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നു കഴിഞ്ഞിട്ടാണ് ആള് ആലോചിക്കുക ഇത് മടക്കാനുള്ളതാണോ അലക്കാനുള്ളതാണോ എന്ന് തീരുമാനിക്കുള്ളൂ. അത് അതൊരു ഇതാട്ടോ അവൾക്ക്. പിന്നെ ഇവൾക്ക് ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ സംഭവമില്ല. അതായത് ഇപ്പൊ എവിടേക്കെങ്കിലും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പിള്ളേർക്ക് ഡ്രസ്സ് എടുത്തു വെക്കണം, ഇവള് ഡ്രസ്സ് എടുത്ത് വെക്കും. എന്നിട്ട് ഇവളോട് ഞാൻ പോയി ഡ്രസ്സ് മാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് വന്നിട്ട് ഇവിടെ എന്തെങ്കിലും ആൾക്കത് ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നടത്തണം. അപ്പൊ നിൽക്കോ അങ്ങനെയല്ല, അതിപ്പോ റെഡി ചെയ്യാ, 2 മിനിറ്റിനുള്ളിൽ റെഡി ആവണം. നടക്കട്ടെ, ഡ്രസ്സ് എടുത്ത് അതെന്തിനാന്നറിയോ? ഡ്രസ്സ് മാറാൻ പറഞ്ഞാ പറയും. അതല്ല, ഈ ഡ്രസ്സ് മാറാൻ വരുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ അബ്രുവിനെ അല്ലെങ്കിൽ ആത്തിന് എന്റെ കൂടെ വീട് വിടും. അതെ, ഒരു ദിവസം എന്നിട്ടുണ്ടായത് ഞങ്ങള് കാടൂറ്റി പോവാൻ വേണ്ടിട്ട് പറഞ്ഞു. കാടൂറ്റി പോവാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവളോട് ഡ്രസ്സ് മാറിക്കോ ഞാൻ താഴത്തേക്കാന്ന് പറഞ്ഞു. ആത്തിനെ പിടിച്ച് എന്റെ അബ്രുവിനെയും കൊണ്ട് ഇവള് വന്നുട്ടാ. ഇവിടെ വന്ന് അബ്രു ഉറങ്ങായിരുന്നു. ഞാൻ നോക്കിയപ്പോഴേ ഇവളവിടെ വന്നിട്ട് സർട്ടിഫിക്കറ്റുകൾ എടുത്ത് വെക്കുന്നു, സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട്. ഇവള് ഡ്രസ്സ് മാറി കഴിഞ്ഞിട്ടല്ല ഈ സർട്ടിഫിക്കറ്റ് എടുക്കണ്ടേ. പിന്നെ എനിക്ക് ദേഷ്യം വരേണ്ടിരിക്കും. അവൻ്റെ എന്നോട് പറയോ എൻ്റെ കാര്യങ്ങൾ ഞാനല്ലാണ്ട് വേറെ ആരാ ചെയ്യാന്ന്. ഞാൻ ഇവളോട് ഡ്രസ്സ് മാറ്, അബ്രു ഉറങ്ങാണ്. അബ്രു ഇറങ്ങിട്ട് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് എപ്പോഴെങ്കിലും എടുക്കാം. അതാളെ മരുന്ന് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിൽ നോക്കണം. എന്നിട്ട് പറയാ അബ്രുവിന്റെ പാസ്പോർട്ട് എവിടെ വെച്ചേക്കണം. അബ്രുവിന്റെ പാസ്പോർട്ട് വേണല്ലോ ഇപ്പൊ പോവാൻ വേണ്ടിട്ട്. കാടൂറ്റിക്ക് പോകാൻ അബ്രുവിന്റെ പാസ്പോർട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സാധനം കാണാണ്ടായി കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ
സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാട്ടോ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. എല്ലാ സാധനങ്ങളും നിങ്ങൾ എവിടെ വെച്ചെന്നും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനെ ഒരു ഓർമ്മയുള്ള ഒരു ഭാര്യ ശരിയാ. എന്റെ ദൈവമേ, പിന്നെ ഇതിട്ട് ചോദിക്കാനുള്ള വേറെ എന്തെങ്കിലും പറയാൻ? വേറെ എത്ര ആളുകളെ ഇതിനെ വിട്ടിട്ട് ഇനി എന്തിട്ട് ഇതിനെ കുറിച്ച് ഞാൻ പറയുന്നത്.